ഡു സംതിങ്. ഡു സംതിങ് എന്താണ്? ഡു സംതിങ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിന് എന്താ പറയുക? കുച്ച് കരോ. കുച്ച് കരോ. ഡു സംതിങ്. കുച്ച് കരോ. എന്തെങ്കിലും ചെയ്യൂ. എന്തെങ്കിലും ചെയ്യൂ. ഇവിടെ ഡു എന്നുള്ളതിന് ഹിന്ദിയിൽ കരോ അല്ലെങ്കിൽ കർണ ചെയ്യുക എന്നാണ് അർത്ഥം. ഡു കരോ കർണ ചെയ്യുക. ഇനി സംതിങ്. സംതിങ് എന്ന് പറഞ്ഞാൽ കുച്ച് കുറച്ച്. കുച്ച് കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും. എന്തെങ്കിലും കുറച്ച് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഡു സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യൂ എന്നായി. കം ടുമോറോ. കം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ വരൂ എന്നാണ്. നാളെ വരൂ. കൽ ആവോ. കൽ ആവോ അല്ലെങ്കിൽ കൽ ആയിയേ. കൽ ആന ഇതൊക്കെ പറയാം. കം ടുമോറോ കൽ ആയിയേ നാളെ വന്നാലും. കൽ ആവോന നാളെ വരൂ. കൽ ആന നാളെ വാ. നാളെ വരൂ. ഇവിടെ കം എന്നുള്ളതിന് എന്താണ് അർത്ഥം? കം എന്നാൽ ആന വരിക. ആവോ വരൂ. ആയിയേ വന്നാലും എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ കം എന്ന് പറയുന്നത് ആന വരിക വരൂ. ഇനി ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ. നാളെ. അപ്പം ഹിന്ദിയിൽ അതിന് കൽ എന്ന് പറയും. നാളെ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? കൽ. അപ്പോൾ കം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്തായി? കൽ ആന അല്ലെങ്കിൽ കൽ ആയിയേ. കൽ ആവോന. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ. മുതിർന്നവരോടാവുമ്പോൾ കല്ലായിയേ. ഇനി സാധാരണ നമ്മുടെ ഒപ്പമുള്ളവരോട് കല്ലാവോന. ഓക്കെ. ഇവിടെ മെനി ടൈംസ്. മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം, പല പ്രാവശ്യം എന്നൊക്കെയാണ് അർത്ഥം. കൈ ബാർ. കൈ ബാർ. മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലതിന് കൈ ബാർ പല പ്രാവശ്യം എന്നാണ് അർത്ഥം. പല പ്രാവശ്യം, പല തവണ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിന് എന്താണ്? കൈ ബാർ. മെനി ടൈംസ്. ഇവിടെ മെനി. മെനി എന്നുള്ളത് എന്താണ്? മെനി. MENY. മെനി എന്താണ്? അനേക് അല്ലെങ്കിൽ കൈ. അനേക് കൈ എന്നൊക്കെ പറഞ്ഞാൽ പല തവണ അല്ലെങ്കിൽ ധാരാളം. ധാരാളം പ്രാവശ്യം, ധാരാളം, അധികമായിട്ട്, അനേകം. ടൈംസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ബാർ എന്നാണ്. അപ്പം കൈ ബാർ.
കൈ ബാർ, മെനി ടൈംസ്, ടൈംസ് തവണ, ധാരാളം തവണ അല്ലെങ്കിൽ ഒത്തിരി തവണ, ധാരാളം തവണ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ബാർ എന്ന് പറഞ്ഞാൽ തവണ, തവണ, തവണകൾ. ഓക്കെ. അപ്പം മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ കൈ ബാർ, അനേക് ബാർ എന്നൊക്കെ പറയാം. ഓക്കെ. വാച്ച് കെയർഫുള്ളി, വാച്ച് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മതയോടെ നോക്കൂ, വീക്ഷിക്കൂ എന്നൊക്കെയാണ്, നിരീക്ഷിക്കൂ എന്നൊക്കെയുള്ളതിന് എന്ത് പറയാം? വാച്ച് കെയർഫുള്ളി. ധ്യാൻ സേ ദേഖോ, ശ്രദ്ധയോടെ നോക്കൂ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ നോക്കൂ. വാച്ച് കെയർഫുള്ളി. ഇവിടെ വാച്ച് എന്നുള്ളത് എന്താണ്? ദേഖോ, ദേഖ്ന എന്നൊക്കെ അർത്ഥമുണ്ട്. വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ TV വാച്ച് ചെയ്യുന്നു, മൂവി വാച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പം ദേഖ്ന, ദേഖോ എന്നാണ് ഇവിടെ അർത്ഥം. വാച്ച് കാണൂ, കാണുക. ഓക്കെ. ഇനി കെയർഫുള്ളി, കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധാപൂർവം, കെയർഫുള്ളി. അപ്പം എന്ത് പറയും? ധ്യാൻ സേ, ധ്യാൻ സേ. കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ധ്യാൻ സേ, വളരെ ശ്രദ്ധയോടെ. അപ്പം വാച്ച് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ധ്യാൻ സേ ദേഖോ അല്ലെങ്കിൽ ധ്യാൻ സേ ദേഖ്ന, ധ്യാൻ സേ ദേഖോ, ശ്രദ്ധാപൂർവം നോക്കൂ, കാണൂ എന്നൊക്കെ അർത്ഥമുണ്ട്. ഐ ഹാവ് ഡൺ, ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തു. ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തു. മേനെ കിയ, മേനെ കർ ലിയ അല്ലെങ്കിൽ മേനെ കിയ, ഇതൊക്കെ എന്താണ്? ഐ ഹാവ് ഡൺ എന്നാണ്. മേനെ കർ ലിയ ഹേ, മേനെ കർ ലിയ, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്ത് പറയാ? മേനെ കർ ലിയ, മേനെ കർ ലിയ ഹേ. ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ എന്നുള്ളതിനെന്താണ്? മേം. മേനെ എന്നുള്ളത് എന്താണ്? എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെയാണ് അർത്ഥം. മേനെ ഞാൻ, എനിക്ക് എന്ന് രണ്ടും പറയാം. ഇവിടെ മേനെ കർ ലിയ എന്നാണ് പറഞ്ഞത്. ഹാവ് ഡൺ, കർ ലിയ. ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ കർ ലിയ ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ മേനെ കർ ലിയ, ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മേനെ കർ ലിയ ഹേ, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം എന്താണ്? മേനെ കർ ലിയ. ഓക്കെ.